പോവാണ്. മെയിൻ ആയിട്ട് നമ്മൾ എവിടെ പോണത്? പൈതൽമലയും പാലക്കയും തട്ടുമാണ്. കുറെ കാലങ്ങളായിട്ട് നമ്മൾ കണ്ണൂരിനെ പറ്റി കേൾക്കുന്നതാണ്, അമലേട്ടൻ പറഞ്ഞ് കേൾക്കുന്നതാണ് പാലക്കയം തട്ടും പൈതൽമലയും. അപ്പൊ ഇന്ന് നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. ഓരോരോ ദിവസങ്ങളായിട്ട് ഞങ്ങൾ അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഇന്ന് നമ്മൾ പോയി കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. 2 ദിവസം നമ്മൾ അവിടെ സ്റ്റേ ആണ്, അവിടെ മൊത്തം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്. അവിടെ ശരിക്കുള്ള എങ്ങനെയാ അവിടെ ഒന്ന് പറഞ്ഞു കൊടുക്കണം, നാട്ടുകാരൻ തന്നെ പറഞ്ഞോളൂ. നിങ്ങൾ കാണുന്നല്ലേ എന്തായാലും പേരൊക്കെ വെച്ചിട്ട് ഈ ഒരു മലകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അതെ, നല്ല തണുപ്പൊക്കെ ഉണ്ടാവും. മറ്റേ വയനാടൊക്കെ പോലുള്ള ഒരു ഏരിയ അങ്ങനെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും നേരെ പോയി. അതെ, ഞങ്ങൾ ബാഗ്സ് ഒക്കെ പാക്ക് ചെയ്ത് ഒരു ലോഡ് ബാഗ് ഉണ്ട്. പിന്നെ ഞങ്ങളെക്കാട്ടി കൂടുതൽ ബാഗ്സ് ആണല്ലോ ഉണ്ടാവുക. അപ്പൊ ബാഗ്സ് എല്ലാം നമ്മൾ ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ലോഡ് ചെയ്യാ. 5 വിചാരിച്ചത് പാലക്കായം തട്ട് പറഞ്ഞെങ്കിൽ തട്ടാണെന്ന് വിചാരിച്ചു. ആണല്ലേ? പൈതൽമല മലയാണ്. എന്താ തീരെ വെയിറ്റ് ഇല്ല അല്ലേ? അതെന്റെ ബാഗ്. സത്യം പറഞ്ഞാൽ ജുനൂനൊരു വസ്തു അറിയില്ല. അതെ, ശരിക്കും ഇവരിങ്ങനെയാണ്. സ്ഥലം ഉണ്ടോ? സ്ഥലം ഇല്ല. ഇല്ലേ? 2 കാർ എടുക്കണോ? ഒരു ബാഗിൽ എന്റെ ലാപ്ടോപ്പാ മെയിൻ ആയിട്ട്. അത് 2 ലാപ്പിന്റെ ബാഗ് ഉണ്ട്. ആ, 2 ലാപ്പോ? ഇട്ട് പൊട്ടിച്ചതാ. ജുരു 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 നോട്ടെ 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 ഇടരുത്. എന്റെ കയ്യിലേക്ക് എനിക്ക് പേടിയാണ്. പവർ ഇല്ല. അത് എന്റെ കാലും വീഴാൻ നല്ലതുണ്ട്. അയ്യേ എടാ, എന്റെ കാൽമ കൂടെ നല്ല പവർ ഉണ്ടായിരുന്നു. എല്ലാം കുത്തി പൊളിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ പുറപ്പെടുകയാണ്. നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പോണോ? നല്ല രസമല്ലേ? നല്ല വെയിലൊന്നും ഇല്ലാത്ത വൈകുന്നേരം സമയമാകുമ്പോഴേക്കും നമ്മൾ ഇറങ്ങിയത്. എത്ര നേരം കൊണ്ട് എത്തും നമ്മളവിടെ? ഒരു 10-35 കിലോമീറ്റർ എന്നാ പറഞ്ഞത്. അപ്പൊ ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂറിനുള്ളിൽ എത്തൂലേ? നല്ല രസം ഉണ്ടാവും. പോകുന്ന സമയത്ത് എന്തായാലും അപ്പത്തേക്ക് ഒരു കോട പോലെ ഉണ്ടാവും. കുറെ കാലമായിട്ട് ഞാൻ വിചാരിക്കുന്നു എന്റെ റൂമിലേക്ക് എനിക്ക് വേണ്ടിട്ട് ഒരു സ്പെഷ്യൽ സാധനം മേടിക്കണമെന്ന്. അപ്പൊ അതിനും വേണ്ടിട്ട് ഞാനൊരു സ്പേസ് തന്നെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ അങ്ങനെ മേടിച്ചത് എന്താന്ന് കണ്ടേ, ഇതൊരു സംഭവം അഗാരോ ഇംപീരിയൽ എസ്പ്രസോ കോഫി മേക്കർ. അപ്പൊ ഈ സംഭവമാണ് ഞാൻ എന്റെ റൂമിലേക്ക് സ്പെഷ്യൽ ആയിട്ട് മേടിച്ചത്. കാരണം എന്താന്ന് വെച്ചാല് എനിക്ക് കോഫി ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും അഞ്ചിക്കും ഒക്കെ കോഫി, ഞങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് കോഫിനോട് ഒരു ഇഷ്ടമുണ്ട്. അപ്പൊ നമുക്ക് വീട്ടിൽ തന്നെ ഈ കഫേ എന്നൊക്കെ കിട്ടുന്ന പോലത്തെ കോഫി ഉണ്ടാക്കാൻ പറ്റുന്ന വെച്ചാൽ നല്ല രസമല്ലേ? നമ്മൾ ഇടയ്ക്ക് ഇവിടെ ഹാങ് ഔട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു മെഷീൻ ഉപയോഗിച്ച് നമുക്ക് നല്ല കഫേ സ്റ്റൈൽ കോഫി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യൽ ആയിട്ട് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു കുഞ്ഞു മെഷീൻ. ഇത് ശരിക്കും കുഞ്ഞു തന്നെയാണ്, ഭയങ്കര കോമ്പാക്ട് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ സൂക്ഷിക്കാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഇത് ഭയങ്കര സ്റ്റൈലിഷ് ആണ്, എലഗന്റും ആണ്. 15 അഡ്ജസ്റ്റബിൾ മെഷർ കൊണ്ട് നമുക്ക് കറക്റ്റ് സ്ട്രോങ് ആയിട്ടും തിക്ക് ആയിട്ടും ഉള്ള കോഫി കിട്ടും. ഇതിന് ബട്ടൺസ് ആൻഡ് നോബ്സ് എല്ലാം സിമ്പിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ആദ്യം തന്നെ പവർ ബട്ടൺ ആണുള്ളത്. ഇത് പ്രസ് ചെയ്താൽ ഓൺ ആവും, ലോങ് പ്രസ് ചെയ്താൽ ഓഫും ചെയ്യാൻ സാധിക്കും. ഈ നടുവിലുള്ളതാണ് അനലോഗ് ഡയൽ തെർമോമീറ്റർ. ഇതിൽ നമുക്ക് കോഫി സ്റ്റീം ചെയ്യാനും ബ്രൂ ചെയ്യാനും ഉള്ള വ്യത്യസ്തമായിട്ടുള്ള ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ല തിക്ക് ആൻഡ് ഫോം ആയിട്ടുള്ള കോഫി ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ നമുക്ക് കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് കാണാം. ഇതിൽ പവർ ഓൺ ചെയ്യുമ്പോൾ പവർ ലൈറ്റ് ഇവിടെ ബ്ലിങ്ക് ആവും. മെഷീൻ ഓൺ ആക്കിയതിനു ശേഷം കപ്പിന്റെ ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ആവുന്നത് കാണാൻ സാധിക്കും. ഇതാണ് കോഫി ബ്രൂ ചെയ്യാനുള്ള ബട്ടൺ. ഇത് ഉപയോഗിച്ച് നമുക്ക് കോഫി എക്സ്ട്രാക്ട് ചെയ്യാം. അടുത്തതായി താഴെ തന്നെ നമുക്ക് സ്റ്റീം ബട്ടൺ അഥവാ ഫ്രോത്ത് ബട്ടൺ ഉണ്ട്. മഗ്സും കപ്സും നമുക്ക് ഈ മെഷീന്റെ മുകളിൽ തന്നെ ഈസി ആയിട്ട് വെക്കാൻ പറ്റും. 16 ആംപിയർ പവർ പ്ലഗ് ആണ് ഇതിന്റെ കൂടെ നമുക്ക് കിട്ടുന്നത്. അടുത്തതായി ഡ്രിപ്പ് ട്രേ വിത്ത് വാട്ടർ ലെവൽ ഫ്ലോട്ട് ആണ് ഉള്ളത്. ഇതിൽ കോഫിയോ വെള്ളമോ എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ അതുള്ളിൽ സ്റ്റോർ ആയി വെക്കും. യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് തുറന്ന് കഴുകി വൃത്തിയാക്കി വെക്കാവുന്നതാണ്. ഇനി വാട്ടർ ലെവൽ ഇതിങ്ങനെ വീണ് കൂടുകയാണെങ്കിൽ ഈ വാട്ടർ ലെവൽ ഫ്ലോട്ട് ഉയർന്നു നിന്ന് നമുക്ക് ഇൻഡിക്കേഷൻ കാണിക്കും. അടുത്തതായി ഇവിടെ ഒരു പ്രഷർ കൺട്രോൾ നോബ് ഉണ്ട്. ഇത് ഉപയോഗിച്ച് നമുക്ക് കോഫീന്റെ ഫോം ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നല്ല ഫോം വേണമെങ്കിൽ അങ്ങനെയും, ഇനി അടിയിൽ കുറച്ച് കൂടുതൽ ഫോമും മുകളിലേക്ക് കുറഞ്ഞ തോതിൽ ഫോമും ആക്കണമെങ്കിൽ
അങ്ങനെയും നമുക്ക് ഇവിടെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി തീരെ ഫോം വേണ്ടെങ്കിൽ ഇത് ഓഫ് ചെയ്ത് വെക്കുകയും ചെയ്യാം. അടുത്തതായി ഇതേ ഇവിടെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഒരു ഫ്രോത്തിങ് വാണ്ട് ഉണ്ട്. ഇത് 360 ഡിഗ്രി കറങ്ങുന്നതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ നല്ല ഈസിയാണ്. ഈ ഗ്രിപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചൂടാകുമ്പോൾ ഇത് കൈ പൊള്ളാതെ ഈസി ആയിട്ട് പിടിക്കാൻ പറ്റും. ഈ വാണ്ട് ഊരിയെടുത്ത് നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യുകയും ചെയ്യും. ഇവിടെ നമുക്ക് 1.5 ലിറ്റർ വാട്ടർ ടാങ്ക് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെ നമുക്ക് വാട്ടർ ലെവല് മാക്സിമം എഴുതിയതും മിനിമം എഴുതിയതും കാണാൻ സാധിക്കും. ഈ മാക്സിമത്തിന്റെ മുകളിലോ മിനിമത്തിന്റെ താഴെയോ വാട്ടർ ലെവൽ വരാൻ പാടില്ല. നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഈ ക്യാപ്പ് റിമൂവ് ചെയ്യാൻ മറക്കരുത്. ഇത് റിമൂവ് ചെയ്തതിന് ശേഷം മാത്രം മെഷീനായിട്ട് ഈ വാട്ടർ ടാങ്ക് കണക്ട് ചെയ്യാൻ പാടുള്ളൂ. ടാങ്ക് ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൽ വാട്ടർ ഫില്ല് ചെയ്യാവുന്നതാണ്. അടുത്തതായി ഉള്ളത് ഈ പോർട്ട ഫിൽറ്റർ ആണ്. ഇവിടെ ലോക്ക് എന്നും ഇൻസേർട്ട് എന്നും നമുക്ക് കാണാൻ പറ്റും. അതനുസരിച്ച് തന്നെ ഈ ഫിൽറ്റർ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെച്ച് ലോക്ക് സൈഡിലേക്ക് തിരിച്ച് നമുക്ക് ലോക്ക് ചെയ്യാവുന്നതാണ്. ഇതിൽ ഗ്രൗണ്ട് ചെയ്തിട്ടുള്ള കോഫി പൗഡർ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ക്ലീൻ ചെയ്യണമെങ്കിൽ ഇതിങ്ങനെ 2 ഭാഗങ്ങളായി ഈസി ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഹാൻഡിൽ ഉള്ളതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇത് വീഴാതെ ക്ലീൻ ചെയ്യാനും സാധിക്കുന്നതാണ്. കൂടെ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഈ 2-in-1 ടൂൾ ഉപയോഗിച്ച് നമുക്ക് കോഫി പൗഡർ സ്കൂപ്പ് ചെയ്യാനും ഈ ഭാഗം ഉപയോഗിച്ച് നമുക്ക് കോഫി പൗഡർ ലെവൽ ചെയ്തെടുക്കാനും പറ്റും. കോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അഗാരോന്റെ ഈ ഗ്രൈൻഡർ ഉപയോഗിച്ച് കോഫി ബീൻസ് ഗ്രൈൻഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഗ്രൈൻഡ് ചെയ്ത പൗഡർ മേടിച്ചിട്ട് നമുക്ക് ഈ കോഫി മെഷീനിൽ യൂസ് ചെയ്യാൻ പറ്റും. സാധാരണ ഇൻസ്റ്റന്റ് കോഫി പൗഡർ യൂസ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഒരു ക്രീമി കോഫി എന്തായാലും കിട്ടില്ല. ഇതിങ്ങനെ നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. പക്ഷേ എക്സ്പ്രസോ മെഷീനിൽ സൂപ്പർ ഫൈൻ ആയിട്ടുള്ള പൊടിയല്ല വേണ്ടത്, കുറച്ചൊരു തരി ആയിട്ടുള്ള പൊടിയാണ് ആവശ്യം. ഇനി നമുക്ക് എക്സ്പ്രസോ ഉണ്ടാക്കാം. മെഷീൻ ഓൺ ആക്കാം. ഇപ്പൊ ടെമ്പറേച്ചർ ഡയൽ ചെറുതായിട്ട് പൊങ്ങാൻ തുടങ്ങും. ഐഡിയൽ ടെമ്പറേച്ചറിലേക്ക് ആവുമ്പോൾ കോഫി മെഷീന്റെ ബ്രൂയിങ്ങിന്റെ ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ആവുന്നത് നിൽക്കും. ഇതാണ് കോഫി ബ്രൂ ചെയ്യാനുള്ള ബട്ടൺ. ആദ്യം കുറച്ച് തിളച്ച വെള്ളം പോർട്ട ഫിൽറ്ററിന്റെ ഈ ഭാഗത്ത് കൂടി നമുക്ക് ഒഴിവാക്കാം. ഇത് ക്ലീൻ ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ശേഷം ഇങ്ങനെ ലോക്ക് പൊസിഷനിൽ സ്ട്രെയിറ്റ് ആയിട്ട് ടൈറ്റ് ആക്കിയിട്ട് ഈ പോർട്ട ഫിൽറ്റർ നമുക്ക് ഫിക്സ് ചെയ്യാം. അതിനുശേഷം താഴെ കപ്പ് വെച്ച് കോഫി ബ്രൂയിങ് ബട്ടൺ ഓൺ ചെയ്യുക. കോഫി ബ്രൂയിങ് ഓട്ടോമാറ്റിക്കലി ഓഫ് ആയില്ലെങ്കിൽ ബട്ടൺ ഒന്നുകൂടി പ്രസ് ചെയ്തിട്ട് നമുക്ക് ഓഫ് ആക്കാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് കഫേ സ്റ്റൈൽ എസ്പ്രസോ ഉണ്ടാക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്കൊരു ക്യാപ്പച്ചീനോ ഉണ്ടാക്കാം. ആദ്യം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ കോഫി ബ്രൂ ചെയ്തെടുക്കുക. കോഫി ബ്രൂ ചെയ്തതിന് ശേഷം സ്റ്റീം ചെയ്യാം. ഇവിടെ നമുക്ക് കോഫി ബ്രൂ ചെയ്യാനും സ്റ്റീം ചെയ്യാനും 2 സെപ്പറേറ്റ് തെർമോസ്റ്റാറ്റ്സ് അവൈലബിൾ ആണ്. അത് ഉപയോഗിച്ച് നമുക്ക് നല്ല റിച്ച് ആൻഡ് ക്രീമി കോഫി ഉണ്ടാക്കാൻ സാധിക്കും. സ്റ്റീം ബട്ടൺ പ്രസ് ചെയ്യാം. ശേഷം സൈഡിലുള്ള നോബ് നമുക്ക് മിൽക്ക് എത്രത്തോളം ഫ്രോത്ത് ചെയ്യണം എന്നതിനനുസരിച്ച് സെറ്റ് ചെയ്തെടുക്കുക. ഇതിനനുസരിച്ചായിരിക്കും മിൽക്കിലെ പതയുടെ അളവ് ഉണ്ടാവുന്നത്. ഇനി നമുക്ക് ഫ്രോത്ത് ചെയ്തെടുത്ത ഈ മിൽക്ക് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ബ്ലാക്ക് കോഫിയിലേക്ക് ഒഴിക്കാം. ഇങ്ങനെയാണ് അപ്പോൾ ക്യാപ്പച്ചീനോ ഉണ്ടാക്കുന്നത്. അപ്പൊ അതാണ് ഗൈസ് നമ്മുടെ അഗാരോയുടെ ഇംപീരിയൽ എക്സ്പ്രസോ കോഫി മെഷീൻ. നല്ല അടിപൊളി കോഫി മെഷീൻ ആണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റി കോഫി എന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇനിയിപ്പോ എല്ലാവർക്കും ഓരോ കോഫി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ ഗൈസ് എന്താണെങ്കിലും ഈ ഒരു മെഷീൻ മേടിച്ച നല്ല അടിപൊളി കഫേ ടൈപ്പ് കോഫി നിങ്ങൾക്ക് കിട്ടും, അത് ഉറപ്പാണ്. അപ്പൊ ഇതിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എല്ലാവരും എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ പറഞ്ഞ നല്ല അടിപൊളി കോഫി ഉണ്ടാക്കുക. അപ്പൊ ഗൈസ് നമ്മളിത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി ലേറ്റ് ആയിരിക്കുന്നത്. അതിന്റെ ഇടയിൽ കൂടെ ഇവർക്ക് ഫ്രൂട്ട്സ് വേണം, ചായ കുടിക്കണം, എന്തൊക്കെയോ പണികൾ പറയുന്നുണ്ട്. നമ്മള് കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കാർത്തികപുരം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. അവിടുന്ന് കുറച്ച് അല്ലേ നല്ല ദൂരം ഉണ്ടെന്നാ പറയുന്നത്. അപ്പൊ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണ് പൈതൽമല. അപ്പൊ നമ്മൾ ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഇറങ്ങിയപ്പോ തന്നെ തുടങ്ങി ചായ കുടിക്കണം. അല്ല, ഞാൻ ഒരു കാര്യം വിട്ട് വേഗം പോയില്ലെങ്കിൽ നമുക്ക് സൺസെറ്റിന് മുന്നേ നടത്താൻ കഴിയില്ല. സൺസെറ്റ് മിക്കവാറും നമ്മൾ എനിക്ക് നല്ല ചൂട് ചായയും പരിപ്പുവടയും ഉള്ളിവടയൊക്കെ കഴിക്കുന്നത് തണുത്ത അന്തരീക്ഷത്തില് നല്ല മല സൺറൈസ് കാണിച്ചാൽ മോർണിംഗ് പിന്നെ സൺസെറ്റ് ആണല്ലോ മോർണിംഗ്. എന്താ പറയാനുള്ളത്? എനിക്കിപ്പോ 2 ഗ്ലാസ് ചായ വേണം. ഈ എന്നും 2 ഗ്ലാസ് ചായ കുടിക്കാൻ അത് ഇവിടെ വന്നപ്പോ ഇടക്കിടക്ക് ചായ കുടിക്കുന്നുണ്ട്. അമ്മ ചായ ഇരുന്നുണ്ട്. അമ്മ ചായ ഇരുന്നുണ്ടാ? അല്ല എനിക്ക് അപ്പൊ ചായ കുടിക്കാനുള്ള വൈബ്. അതെന്താ പറയാ സംഭവം, ഇവന് രാവിലെ ഞാൻ ചായ കൊടുക്കും. ചായ കൊടുത്ത് കഴിഞ്ഞാൽ ഏലക്കൊക്കെ ഇട്ട ചായയാണ്. അതൊരു ഗ്ലാസ് കുടിച്ച് പകുതി ആവുന്ന സമയത്ത് ഞാൻ കുറച്ചുകൂടെ വെച്ചു കൊടുക്കും. അപ്പൊ 2 ഗ്ലാസ് ശീലായി പോയി. അത് ശീലായി പോയി. 2 ദിവസം കൊണ്ട് കാക്കത് ശീലായി. അപ്പൊ നമ്മള് പോകുന്നില്ല ഗൈസ്. ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. നല്ല ഭക്ഷണം, നല്ല സ്ഥലം. മലയാട്ടൻ ട്രിപ്പ് പോകുന്ന ഫുൾ വൈബിലേക്ക് അവിടെ ഇറങ്ങിപ്പോയി. ഇനിയിപ്പോ സ്ഥലങ്ങൾ ആസ്വദിക്കുക എല്ലാം കൂടെ അങ്ങനെ ആ ഒരു വൈബിൽ അങ്ങനെ എത്തിപ്പോയി. മുന്നിൽ സീറ്റിലിരിക്കുന്ന അതാ നേരെ വിഷ്വലാണ്. സ്വന്തം നാടാന്നിട്ട് കാര്യമില്ല. രാവിലെ പെടഞ്ഞു കളി. എന്റെ അമ്മ ഇറങ്ങാൻ നേരത്തെ എന്ത് വെറുപ്പിക്കലാണോ. ഇറങ്ങുന്നില്ലേ എന്തെങ്കിലും
കാത്തു പോകുമ്പോഴത്തേക്ക് ഇറങ്ങോട്ട് മഞ്ഞിറങ്ങിയ റോഡ് കാണൂല. ഞാനൊരു 4 വീല് വണ്ടിയും വാങ്ങി പൈതൽമേലിലെ സെറ്റിൽ ആവുള്ള റെഡിയിലാണ്. ടെൻഡൊക്കെ അടിച്ചിട്ട്. എന്താണ് ഷാമിന്റെ അഭിപ്രായം? ഗൈസ് അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ നിർത്തിയിട്ടുണ്ട്. സണ്ണൊക്കെ പറഞ്ഞ പോലെ തന്നെ സണ്ണൊക്കെ സെറ്റായി. ഇപ്പൊ തന്നെ സൺസെറ്റ് കഴിഞ്ഞു. അപ്പൊ തുടങ്ങാം. ഇറങ്ങല്ലേ? അല്ല തുടങ്ങാം. നമുക്ക് പോകാം, ഇവർക്ക് വഴിക്ക് വണ്ടി വരും. ഓക്കെ ഓക്കെ. ഞങ്ങൾ വണ്ടിയിലിരിക്കാനാ? ഇങ്ങോട്ട് കൊണ്ടുതരോ? അതാ നല്ലത്. ഓക്കെ താങ്ക് യു. കടി എന്താ പറഞ്ഞേ ജുൻക? കടി എന്താന്ന് പറഞ്ഞേ. കട്ട്ലേറ്റ് ഉണ്ട്, ബോണ്ട് ഉണ്ട്, സമൂസ ഉണ്ട്, പിന്നെ ഉള്ളിവട പരിപ്പോട അങ്ങനെ ചിക്കൻ പത്തലുണ്ട്, പരിപ്പോടുണ്ട്, പഴംപൊരി ഉണ്ടോ? പഴംപൊരി ഉണ്ട്, പിന്നെ കട്ട്ലേറ്റ് ഉണ്ട്. കട്ട്ലറ്റ് നമുക്ക് എന്താ വേണ്ട? കട്ട്ലേറ്റ് നമുക്ക് പരിപ്പോട. നമുക്ക് എന്താ വേണ്ടേ? എനിക്ക് പഴംപൊരി ഉള്ളിവട ഉണ്ടോ? കുറച്ച് സാധനം എടുത്തിട്ട് കൂടെ വരാം. ബർഗർ, കട്ട്ലേറ്റ്, രണ്ടാമത്തെ ആളതാ വന്ന് കടികൾ പറയും. കട്ട്ലേറ്റ് ഉണ്ട്, വെജ് കൊണ്ട് ഇതുണ്ട്. അത് ജുനു ഓൾറെഡി പറഞ്ഞേ. ഓൻ പറഞ്ഞ് കുറച്ച് കടിയും കൂടെ എടുത്തിട്ട് വരാം. ഞാനിപ്പോ ആരായിന്ന് എന്ത് പറയുന്നേ? ഇതെന്താ സാധനം? അത് ചിക്കൻ പത്തല്, ഇതോ കട്ട്ലേറ്റ്, പഴംപൊരി, പഴംപൊരി ഞാൻ എടുത്തു. ഇതെന്താ? അത് ഉള്ളിവട, മറ്റേത് ഉള്ളിവട ഉള്ളിവട അത് വേറെ. പേപ്പറാണോ? ആ വേണം. ചായ എനിക്ക് എന്താ തിന്നാ? ഇതെന്താണ്? ഇത് വേറെന്തോ വെറൈറ്റി സാധനമാണ്. പഴംപൊരി നല്ല ടേസ്റ്റ് ഉണ്ട്. കട്ട്ലേറ്റ് പൊളി. കട്ട്ലറ്റ് ഞാൻ പറഞ്ഞതാ. ഒരു കട്ട്ലറ്റും കൂടെ പറ. ഞാൻ വെച്ച ഡോണറ്റ് ആണല്ലോ. എങ്ങനെയുണ്ട്? നീ അപ്പം ചിക്കനും പറഞ്ഞിട്ടുണ്ട്. അപ്പം മിക്സ് നമ്മളെ മറ്റേ മിക്സ് അപ്പം ചിക്കൻ മിക്സ്, സാലഡ്, അതെ അപ്പം. പക്ഷെ ഇത് ഗ്രേവിയിലാണ്. ഒന്ന് ഗ്രേവി ചിക്കൻ നല്ല ചൂണ്ടോ ഊതി കഴിക്കണേ. പുളി അത് പൊളിയാണ്. നല്ല രസമുണ്ടല്ലോ. ഈ കഴിക്കുന്നില്ല? ഈ കഴിക്കില്ല? ഞാൻ കഴിക്കാൻ പോവാണ്. മയോണൈസ് വെച്ചു. പഴംപൊരി. അങ്ങനെ നമ്മളെ ചായയോടെ കഴിഞ്ഞ കഴിച്ച് ഇനി നമ്മൾ ട്രിപ്പ് റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇങ്ങനെ കേടയോ? ഇപ്പഴും കാണൂല. ഇവിടെ ഫുള്ള് മഞ്ഞ. അപ്പഴേ നല്ല വഴിയാ കണ്ടോ? നോക്കൂ ഗൈസ്. വയനാടല്ലോ ചെറിയ വയനാട് വന്നിട്ട് ഷാമി എങ്ങനെയുണ്ട്? അടിപൊളി. നല്ല രസല്ലേ? നല്ല രസമുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം മേലെ വരെ പോയി തണുപ്പ് കൂടെ ആവുമ്പോഴേ കാറ്റിങ്ങനെ ഇപ്പൊ ചെറുതായിട്ട് തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. തണുപ്പ് തുടങ്ങി. ഭയങ്കര തണുപ്പായിരിക്കും. അത് നമ്മള് മലന്റെ ഏറ്റവും മുകളിലാ പോകുന്നത് കേട്ടോ. അപ്പൊ നല്ല രസമുണ്ടാവും സൺറൈസ് കാണാനും. രാത്രി നല്ല തണുപ്പൊക്കെ ആയിട്ട് നല്ല വൈബായിരിക്കും. മൈക്ക് എടുക്കാൻ മറന്നുപോയോ? മൈക്ക് എടുത്തിരുന്നാ? സ്പീക്കർ മാത്രം എടുത്ത് മൈക്ക് എടുക്കാൻ മറന്നു. നമ്മുടെ ട്രിപ്പ് തുടങ്ങി കുറച്ച് നേരത്തിനുള്ളിൽ നമ്മൾ ഫുഡ് വാങ്ങാൻ വേണ്ടി നിർത്തിയതായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് വഴി തെറ്റി. അവസാനം ഇവിടെയുള്ള നാട്ടുകാരൻ്റെ അടുത്ത് നമ്മൾ വഴി ചോദിച്ചിട്ട് അവര് റിസോർട്ടിലേക്ക് വിളിച്ചിട്ട് അവരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പം. നിങ്ങളുണ്ടല്ലോ, ഞാൻ പറഞ്ഞ വഴിയില്ലേ, ഇപ്പൊ ഞങ്ങൾ വണ്ടി വെച്ചതിന്റെ അപ്പുറത്ത് കുരിശൂടെ ഉണ്ട്. ഇവിടെ അങ്ങോട്ട് ലെഫ്റ്റ്. അത് നേരെ കുറച്ച് മെക്കാടിറങ്ങി തീരും. മെക്കാടിറങ്ങി തീരുന്നതിന് അവിടെ ലെഫ്റ്റ് അങ്ങ് പോയാൽ പിന്നെ നേരെ ഒറ്റ റോഡാണ്. ഓ ശരി, നിങ്ങൾ നേരത്തെ പറഞ്ഞ വഴിയല്ലേ? ഓക്കെ, നേരെ കൂടെ 10 കിലോമീറ്റർ ശരി കേട്ടോ. പറഞ്ഞ കുറെ വളച്ചിട്ട് ഓക്കെ, താങ്ക്സ്. നമ്മൾ ആദ്യത്തെ ആള് പറഞ്ഞില്ല വൈ, അതല്ലല്ലോ വൈ. അപ്പൊ
അപ്പൊ തന്നെ വഴി. എന്ന് വെച്ചാല് നമ്മളിപ്പോ പോകുന്ന വഴി കൂടെ പോവാണെങ്കിൽ ഒരുപാട് ചുറ്റി കറങ്ങേണ്ടി വരുമായിരുന്നു. ഇയാള് പറഞ്ഞു തെറ്റിച്ച്. മൂപ്പര് തെറ്റിച്ച്, മൂപ്പര് പറഞ്ഞ സംഭവം മൂപ്പര് ഉദ്ദേശിച്ച വേറെ വഴിക്കാണെന്നുള്ളതാണ്. ആ മൂപ്പര് പറഞ്ഞ ബാക്കിൽ മൂപ്പര് വന്നിട്ടോ. അത് ശരിയാ. എന്ന് വെച്ചാൽ അവര് നമുക്ക് വഴി പറഞ്ഞു തന്നിരുന്നു. നമുക്ക് കൺഫ്യൂഷൻ ആയപ്പോഴേ അപ്പൊ പറഞ്ഞു തന്ന വഴി തെറ്റിന്നുണ്ടപ്പോ നമ്മളെ പിന്നാലെ എത്രയും ദൂരം വന്നിട്ട് പറഞ്ഞു തന്നതാ. വന്നിട്ട് പറഞ്ഞത് വഴി ഇതല്ല, ഞാൻ വിചാരിച്ചത് അങ്ങോട്ടാണ് ചോദിച്ചിട്ടാ പറഞ്ഞത്. കറക്റ്റ് ചെയ്തത്. എന്തായാലും നമ്മൾ ഇനി അങ്ങോട്ടത്തെ എത്ര നേരം എടുക്കടാ? നന്മയുള്ള ലോകമേ. അല്ലടാ, ഇനിയിപ്പോ നമ്മള് അങ്ങനെയാണ് അവിടേക്ക് എത്ര നേരം എടുക്കും? പറഞ്ഞ സ്പോട്ടിലേക്ക് 1/4 മണിക്കൂർ. നമ്മളെന്താ വെച്ചാല് ഫുഡ് കഴിക്കാൻ, ഫുഡ് വാങ്ങാൻ വേണ്ടിട്ടുള്ളതാണ് നമുക്ക് ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ എടുത്തത്. അതാണ്, അല്ലാണ്ട് നമുക്ക് യാത്രക്ക് സമയമില്ല. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഫുഡ് വാങ്ങാൻ പോയതിന്റെ ആ ഒരു ലാഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇനി നമ്മള് വേഗം എത്തും ഗൈസ്. നിഗൂഢമായ റോഡുകളിലൂടെ ഞങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു പേടിയായിട്ട് നല്ലൊരു മൂലയിരുന്നിട്ട് കിടുകിടാ കിടുകിടാ വെറുതെ പറയാ. വെറുതെ അറിയില്ല, അതിന്റെ മുഖം ശരിക്കും സൂം ചെയ്തെടുത്താ കാണാൻ. സൂം ചെയ്തെടുത്താലൊന്നും കാണൂല്ലോ. നോക്കിയില്ലേ? ഇപ്പോഴാണ് ലോക്കായത്. ഇവിടെ പക്ഷെ ഫുള്ള് വീടുകളിൽ ക്രിസ്മസ് വൈബാട്ടോ. അതെ, എല്ലാ വീട്ടിലും ഒരു 10-20 സ്റ്റാർ മിനിമം. ബിനാലെ പോലെ ഇതൊക്കെ വീടുകളാണ്. റോഡൊക്കെ താണ്ടി പോകുമ്പോൾ നമ്മൾക്ക് ജ്യൂസ് അടിച്ച പോലെ ആവും guys. അതെ, ജ്യൂസ് പ്രത്യേകിച്ച് പുറകിലിരിക്കുന്നത്. സാധനം കാണിച്ചിട്ടെ. എന്താ അത്? ഒന്നുമില്ല. എടാ, അപ്പുറത്തുനിന്ന് വേറെ വല്ല വന്നാ പണിയോ? ലൈറ്റ് വണ്ടി നിങ്ങൾ ഇങ്ങനെ പേടിക്കുന്ന മക്കളെ, എന്തൊക്കെ കഥ പേടിച്ചല്ലേ? ഞാൻ വിചാരിച്ചു എന്താ പ്രശ്നം പറ്റിയത്. ഒന്നുമില്ലടി, ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഹൊററാക്കിയ. ജസ്റ്റ് എന്താ സൗണ്ട് കേൾക്കാതെ സല്ലോ? തല്ല് വിജൃംഭിച്ചു. എനിക്ക് റോഡ് കുലുങ്ങി പോകുമ്പോ പിന്നിലിരിക്കുമ്പോ വേദനിക്കുന്നു. മുന്നിലേക്ക് വരുന്ന ഓ, ആ ധൈര്യശാലി. ഇതിനെ പേടിയില്ലടാ. മുന്നോട്ട് കാര്യമായിട്ടൊന്നും കാണാൻ പറ്റില്ല, കുഞ്ഞു വഴിയാണ്. ഇതൊക്കെ താണ്ടി വേണം നമ്മൾ അവിടെ എത്താൻ. കണ്ടാ ജുനു, മുന്നിലൊരു പ്രേതം വന്ന് നിന്നാ പോലും അറിയൂല. പ്രേതം മരിച്ച് കൊല്ലുന്നതാല് പെരുമാമിന്റെ കുട്ടി. അത് പോട്ടെ, റോഡ് ക്രോസ് ചെയ്യാണ് ഗൈസ്. പെരുമ്പാമ്പിന്റെ കുട്ടി. ഇത് വളരെ സ്ലോ ആണ് ഗൈസ്. പെരുമാമങ്ങത്തിന് പോവാ. പെരുമ്പാമ്പ് ഇങ്ങനെ പോവാ. പക്ഷെ കുട്ടിയല്ലേ, പെരുമ്പാവിന്റെ സൈസ് ഇല്ലല്ലോ ഇതിനപ്പൊ ഇങ്ങനെ എത്ര സ്ലോയില് പോണേ? അത് പഠിച്ചു വരുന്നുണ്ടാവുള്ളൂ. പെരുമ്പാവിന്റെ എന്താ ചോദ്യത്തിന് റിപ്ലൈ അർഹിക്കുന്നുള്ളൂ. അങ്ങനെ നമ്മളെ പെരുമ്പാമ്പിന്റെ കുട്ടീനെ വെട്ടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. ഗൈസ്, ഇത് നമ്മള് പോകുന്ന വഴി കുറച്ചൊരു ആൾക്കാരെ സഞ്ചാരം കുറവുള്ള ഒരു വഴിയാണ്. അതെ, അപ്പൊ മൃഗങ്ങൾ കുറച്ചുണ്ടാവും ചെയ്യും. മൃഗങ്ങൾ ഉണ്ടാവും എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം നമ്മൾ ഫസ്റ്റ് ടൈം ആണ് വഴിക്ക് വരുന്നത്. പക്ഷെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇടയിലൊക്കെ. എനിക്ക് തോന്നുന്നത് കാട്ടുപന്നി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഓപ്ഷൻ സ്ഥലങ്ങളാണ്. അതിനോട് നമ്മള് പോകുമ്പോ ശ്രദ്ധിച്ചു പോകണം. കൊറേ നേരം കഴിഞ്ഞിട്ട് 2 വീട് കാണുന്നു. വീടുകളുണ്ട്, പക്ഷെ എല്ലാ വീട്ടിലും വണ്ടി ഉണ്ട്. കാരണം ഇവർക്ക് വേറൊരു ഇങ്ങോട്ട് വേറെ ട്രാൻസ്പോർട്ട് സൗകര്യങ്ങൾ ഇല്ല. എന്തായാലും ഉള്ളോട്ടുള്ള സ്ഥലങ്ങളിലേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും വിചാരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് ചിലപ്പം. അങ്ങനല്ല പറഞ്ഞത് ഞാൻ. കാട്ടുപന്നി അങ്ങനത്തെ സാധനം ഇത് മറ്റേതാണ്. എന്ത് എന്തെങ്കിലും ആയിക്കോട്ടെ, വണ്ടി ഇപ്പോഴും അതാക്കണം. അതിന് നമ്മൾ കപ്പിങ് വേറൊക്കെ ഉണ്ട്. അത് യൂസ് ചെയ്യുന്ന കിണറാ. യൂസ് ചെയ്യുന്ന പിന്നെ സൽമ വേൻ വിട്. ഈശ്വര്യ, 2 യക്ഷികളെയും കൊണ്ടിട്ടാ നമ്മള് പോകുന്നത്. യക്ഷി വരെ കണ്ട് ഓടി നിൽക്കുന്നു. ഇത് ഓഫ് റോഡ്, മൊത്തം റോഡ് നോക്കിയാ. ഓഫ് റോഡിലടി സ്ലിപ്പ് ഒന്നും. അങ്ങനെ നമ്മൾ അവസാനം റിസോർട്ടിലെത്തി. നമ്മൾ എത്തും എന്ന് വിചാരിക്കും, പക്ഷെ ഞങ്ങൾ എത്തിയിട്ടില്ല guys. എത്തിയില്ല. അതെ, ഞങ്ങള് പോയ സ്ഥലം എന്ന് പറയുന്നത് ഞങ്ങക്ക് അത്ര കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ ആ സ്ഥലം അതായത് ഒരു ഞങ്ങൾ ഫോട്ടോസ് കണ്ട് ബുക്ക് ചെയ്ത സ്ഥലമാണ്. പക്ഷെ ഫോട്ടോയിലുള്ള പോലെ അല്ല അത്. അതെ, നേരിട്ട് കണ്ടപ്പോ ഫോട്ടോ കണ്ട പോലെ അല്ല. അവിടെ ഫെസിലിറ്റീസിന്റെ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. ഈ തണുപ്പുള്ള സ്ഥലത്ത് ചൂടുവെള്ളം അല്ലെങ്കിൽ പിന്നെ എന്തിനു പറ്റും. അതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ഒരു സ്ഥലം തപ്പി ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ സത്യം പറഞ്ഞ വഴിയാധാരമാണ്. എന്തായാലും നമ്മൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മല കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മലയുടെ പറഞ്ഞ ഇവിടെ എൻഡിൽ ഒരു റിസോർട്ട് ഉണ്ട്, മലയുടെ ഏറ്റവും എൻഡില്. അപ്പൊ അതൊന്ന് പോയോക്കട്ടെ ആദ്യം. അല്ലാന്നുണ്ടെങ്കിൽ താഴോട്ട് ഒരുപാട് റിസോർട്ട്സ് ഉണ്ട്. അതിലേതെങ്കിലും ഇവിടെ നിന്ന് ആരോട് ഇത് കാണുന്നവരോട് ചോദിക്കാത്തേ നല്ലത്. സമയം 8:50 പേടിക്കാനൊന്നുമില്ല. സമയം
മാത്രമേ ലൈറ്റ് ഉള്ളൂ. 12 മണി കഴിഞ്ഞാൽ അവർ അത് തുറക്കുള്ളൂ. അവിടെ ഒരു വിളിച്ചോ ഈ വഴിക്ക് പോണത്ര സേഫ് ആയിട്ട് ഫീൽ ഇല്ല. അവിടെ കുണ്ടുകുഴിയാ, അവിടേക്ക് എടുക്കണം. ഇവിടെ തന്നെ വിളിച്ചു. നമ്മളെ ട്രിപ്പിൽ വൻ ട്വിസ്റ്റുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മളെന്താ ആദ്യം പറഞ്ഞത് പൈതൽമല വ്യൂ പോയിന്റ് റിസോർട്ടിലേക്കാണ് പോകുന്നത്. പക്ഷെ അവിടെ പോയ സമയത്ത് റിസോർട്ട് നല്ലതല്ല. നമ്മൾ ഗൂഗിളിൽ കണ്ട ഫോട്ടോസ് അല്ല അവിടെ എത്തിയപ്പോൾ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ നേരെ ഇറങ്ങി. അവിടെ തൊട്ടടുത്ത് നല്ലൊരു റിസോർട്ട് ഉണ്ടായിരുന്നു, അത് നോക്കി. അപ്പോൾ അത് ഫുള്ളാണ്. നമ്മളിപ്പോൾ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ കർണാടകയിൽ കൂർഗിലേക്കാണ് നമ്മൾ പോകുന്നത്. പെട്ടെന്നുണ്ടായ ഒരു സഡൻ പ്ലാനാണ്. നമ്മൾ അവിടെ ഞങ്ങൾ തോറ്റു കൊടുക്കണം. പൈതൽമലയിൽ കൂർഗ് ഞങ്ങൾ അങ്ങനെ പിടിച്ചു. വൻ ഹൈപ്പിലാണ് ഞങ്ങളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. പൈതൽമലയിൽ ഞങ്ങൾക്ക് എന്താ പറയാ വളരെ വെറും 10 കിലോമീറ്റർ. അതെ, പൈതൽമലയിൽ ഞാൻ പറഞ്ഞത് ഗൈസ്, ശരിക്കും ഞങ്ങൾ ചെറിയൊരു ട്രിപ്പാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ ഞങ്ങളെ പൈതൽമല തോൽപ്പിക്കാൻ ശ്രമിച്ചു. ഞങ്ങൾ തോൽക്കില്ല. ഞങ്ങൾ 110 കിലോമീറ്റർ താണ്ടി കൂർഗിലേക്കാണ് പോകാൻ പോകുന്നത്. ബ്രെഡ് കഴിച്ചോണ്ട് ശരിക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി 1.5 മണിക്കൂറോട് നമ്മൾ സെറ്റിൽ ആവേണ്ട നമ്മൾ ഇപ്പൊ സമയം 12 കാലാണ്. 12 കാലത്ത് നമ്മള് റോഡിലാണ്. അതും 8:30 മണിക്ക് പോയി ചിൽ ചെയ്യേണ്ട നമ്മൾ 12:10 ഇവിടെ ഞങ്ങളിപ്പോ ഇവിടെ നിൽക്കുന്നതെന്നുള്ള നിങ്ങൾക്ക് ഡൗട്ട് തോന്നും. ഇത് ഒരു റെസ്റ്റോറന്റ് ആണ്. ഞങ്ങൾ ചായ കുടിക്കാൻ കയറിയ സമയത്ത് ഞങ്ങൾ അവിടെ നിന്ന് പെട്രോൾ പമ്പിന്ന് സൈഡിൽ നിന്നിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ഒരു സ്പൂൺ അവിടെ ഉള്ള ആളെടുത്ത് ചോദിച്ചായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു ഇങ്ങനെ ഒരു റെസ്റ്റോറന്റ് ഇവിടെ അടുത്തുണ്ട്, ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം, നിങ്ങൾ അവിടെ പോയാലും നിങ്ങൾക്ക് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞു. അവിടെ വേറെ റെസ്റ്റോറന്റ് ആണിത്. മൂപ്പര് നമുക്ക് ഫുൾ ക്ലോസ് ചെയ്തതാണ്. പക്ഷെ ഇവര് ഇവിടെ നാളത്തേക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ പരിപാടിയൊക്കെ തീർത്ത് അവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. മൂപ്പര് വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ വരുമ്പോഴത്തേക്ക് ടേബിളും കസാരയും ഒക്കെ നേരിട്ടെന്ന് ഞങ്ങളടുത്ത് ഓൾറെഡി വാങ്ങിച്ചു വെച്ച ഫുഡ് ഉണ്ടായിരുന്നു. നമ്മൾ റിസോർട്ടിൽ പോയൊരു സമാധാനം കഴിക്കാന്ന് വിചാരിച്ച ഫുഡ് അത് ഞങ്ങൾ ഇപ്പോൾ ഈ റോഡിൽ റെസ്റ്റോറൻറ്റിൽ കഴിക്കാനാണ്. അതെ, അങ്ങനെ ഗൈസ് നമ്മളിത് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മളിനി ഒറ്റ സ്ട്രെച്ചിന് സ്ട്രെയിറ്റ് കൂർഗ് പിടിക്കുകയാണ്. എത്ര കിലോമീറ്റർ ഉണ്ടോ? 70 കിലോമീറ്റർ. 70. കറക്റ്റ് 70 കിലോമീറ്റർ ആണ് ഇവിടെ നിന്നുള്ളത്. നമ്മൾ എവിടേക്കോ പോണെന്ന് വിചാരിച്ചു, ഇപ്പൊ വേറെ എവിടേക്കോ പോണു. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ രാത്രിയിൽ ഇങ്ങനെയുള്ള യാത്ര അല്ലേ. 2:30-3 മണിയാവും. പക്ഷെ എന്നാലും അവിടെ എത്തി നല്ലോണം കിടന്നു ഉറങ്ങി നാളെ നല്ല ഫ്രഷ് ആയിട്ട് കൂർഗ് മൊത്തം കറങ്ങാം. ഗൈസ് ഞങ്ങൾ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. മുന്നോട്ടൊരു വസ്തു കാണാനില്ല. ഫുള്ള് കോട ഒന്നും കാണാനില്ല. നമ്മൾ ഏകദേശം ലൈന് നോക്കി പോവാന്നേ ഉള്ളൂ. ഓപ്പോസിറ്റ് വരുന്നത് എന്താന്നും കൂടി മനസ്സിലാക്കാനുള്ള ഒരു ഇതില്ല. നല്ല തണുപ്പുള്ള ഏരിയയാണ്. സമയം 1:47 ഗൈസ്. അതെ, ഞങ്ങൾ സ്റ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. 35 കിലോമീറ്റർ കൂടെ ഉള്ളൂ. 43 ഉണ്ട്. സല്ലുതാ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുന്നു. അഡ്വഞ്ചറസ് ഡ്രൈവ് അല്ലേ? അത് ഗട്ടറാണ് മുന്നിൽ, അതെനിക്ക് കാണുന്നുണ്ട്. ചവിട്ടിക്കോ. ഇവിടേക്കുള്ള റോഡിനെ പറ്റിയുള്ള അഭിപ്രായം എന്താ സല്ലോ? ഇടക്ക് വളരെ മോശം റോഡ്, ഇടക്ക് വളരെ നല്ല റോഡും. പക്ഷെ ഭൂരിഭാഗം നല്ല മോശം റോഡായിരുന്നു, അങ്ങനെ വേണം പറയാൻ. 40 കിലോമീറ്ററിന് 1 മണിക്കൂർ 20 മിനിറ്റ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പോഴും നല്ല കോട കയറുന്നുണ്ട് അല്ലേ? കോടയിൽ ആ മതിൽ കണ്ടിട്ട് എന്റെ ജീവൻ പോയി. ഇനിയപ്പം 4 കിലോമീറ്ററും കൂടെ കഴിഞ്ഞാല് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തും. എല്ലാരും സൈഡ് ആയിട്ടുണ്ട്. പക്ഷെ എല്ലാരും നല്ല ഉറക്കാണ്. നമ്മളിപ്പോ 3 പേര് മാത്രം ഉണർന്നിരിക്കുക. ഞാനും ഇടയ്ക്ക് ചെറുതായിട്ട് ഉറങ്ങി, പിന്നെ എണീച്ച്. അതെ, കാരണം ലോങ് അല്ലേ. പിന്നെ പോരാത്തന്നെ നമ്മള് ഓൾറെഡി കുറേ ഓട്ടം കാറിൽ കേട്ടെന്ന് ഓടിയതിന് ശേഷമാണ് ഈ ട്രിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാരും ഭീകര ടയേർഡാണ്. നോർമൽ ഒരു ട്രിപ്പിന് വരുന്ന പോലെ എക്സ്ട്രാ ടയേർഡാണ്. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ എന്നാലും ഞങ്ങൾ എക്സൈറ്റഡ് ആണ്. നമ്മള് മെയിൻ റോഡിൽ നിന്ന് കട്ട് ചെയ്ത് ഒരു കുഞ്ഞു റോഡിലേക്ക് കയറിയിരിക്കുകയാണ്. ഇനി വളരെ കുറഞ്ഞ നിമിഷത്തിനുള്ളിൽ നമ്മുടെ റിസോർട്ടിലെത്തുന്നതാണ്. എങ്ങനെയാന്ന് അറിഞ്ഞോളൂ. ഒരു റിസോർട്ട് കൊളായിട്ടാണ് നമ്മളൊരു കുഞ്ഞു ട്രിപ്പ് എന്ന് വിചാരിച്ചത് ഇത്രയും ലോങ് ട്രിപ്പായി മാറിയത്. ഇവിടത്തെ അവസ്ഥ എന്താണ്? ആരെങ്കിലും ഒന്ന് വന്ന് തുറക്കോ? മലയാളം അറിയണ്ടാവില്ലല്ലോ അവർക്ക്. ടയേർഡായിട്ടുണ്ട് ചെറുതായിട്ടോ. അങ്ങനെ നമ്മള് നേരത്തെ
ഒരു യജ്ഞത്തിന് ശേഷം സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഓ സമാധാനം. അതെ, സമാധാനായി. ഇനി നമ്മള് നേരെ ഇതൊക്കെ എവിടെയും കൊണ്ടുവിട്ടുന്നു കിടന്നുറങ്ങുന്നു. ഇപ്പൊ സമയം എത്രയാന്നുള്ള 3 മണിയാട്ടോ സമയം. പുലർച്ചെ 3 മണി. നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പുണ്ട്. എനിക്ക് തണുപ്പൊന്നും മൈൻഡേ ഇല്ല. ഇങ്ങനെങ്കിലും എവിടെങ്കിലും ഒന്ന് എത്തിയാ മതി. നല്ല സുഖമുള്ളൊരു ക്ലൈമറ്റ്. അതെ, ഇങ്ങോട്ട് ഇവിടെ അവരൊക്കെ മുന്നേ പോയിട്ടുണ്ട്. എല്ലാവരുടെ കയ്യിലും ഒരു ലോഡ് ലഗേജ് ഉണ്ട്. പാക്ക് ചെയ്ത് എടുക്കുമ്പോഴൊക്കെ നല്ല രസമായിരുന്നു. ഇപ്പൊ അവനായിട്ട് ഉറങ്ങിയിട്ട് ബാഗൊക്കെ ഇവിടെ തന്നെ വെച്ചാൽ നമുക്ക് പിന്നെ തമാശ പറയാണ്ട് വേഗം എവിടെയെങ്കിലും ഒന്ന് കേറിയിരിക്കും. അങ്ങനെ കഴിച്ച ഒരുപാട് ട്വിസ്റ്റുകളുള്ള ട്രിപ്പിന്റെ ലാസ്റ്റ് കഴിച്ച ഇവിടെ ഞങ്ങൾ അങ്ങനെ എത്തി റിസോർട്ടിൽ. അവസാനം അങ്ങനെ പൈതൽമല അന്വേഷിച്ച് പോയിട്ട് കൂർഗിലെത്തി കഴിച്ചു. കണ്ണൂര് കാണാൻ ഇറങ്ങിയത്. അതെ, വേറൊരു മനുഷ്യനെ കാണിച്ചേരെ. ഞങ്ങള് കണ്ണൂര് കാണിക്കാൻ കൊണ്ടുവന്ന് മനുഷ്യരെ കിളി പോയിരിക്കുന്നു. നോക്കി കണ്ണ് ഇന്നോടൊപ്പം 5 നോക്ക് പൂച്ചോലല്ല. ഇനി ഞങ്ങൾ എല്ലാരും റൂംസിലേക്ക് പോവാണ്. ഞങ്ങൾ ആശ്രയിക്കണമെന്ന് മനസ്സിലാവില്ല. കണ്ണൂര് കാണിക്കാൻ കൊണ്ടുവന്നാവില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഇത്രയും നേരം വണ്ടി ഓടിച്ചു വന്ന സല്ലുവിന്റെ മുഖങ്ങൾ കണ്ടോ? അത് കണ്ടിട്ടാണ് പേടിച്ച് കിടങ്ങും. അല്ല, എന്നിട്ട് ഇവിടെ എത്തിയിട്ട് പറയാ എങ്ങനെയാ ഞാൻ ഇവിടെ എത്തിയെന്ന് എനിക്ക് അറിയില്ല. ഞങ്ങളൊരു 100 വട്ടം ചോദിച്ചിട്ടുണ്ട് ഉറക്കുണ്ടോ. അങ്ങനെ ഒരാളെ വിശ്വസിച്ചിട്ട് ഇരുന്നാണ് എന്റെ മുഖശരിക്കും ഞങ്ങൾ കണ്ടത്. ലാസ്റ്റ് 1.5 മണിക്കൂർ ഞാൻ ഉറങ്ങിപ്പോയി ഗൈസ്. നല്ല കിടിലൻ റൂംസ് ആണ്. ഒരാൾ തടുത്ത് വരച്ച് ഇവിടെ നിൽക്കുന്നുണ്ട്. ഹായ് ഗൈസ്, നല്ല അടിപൊളി റൂംസ് ആണ് ഗൈസ്. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് ട്വിസ്റ്റോട് കൂടിയ ട്രിപ്പിന്റെ ഇത് ഇന്നിവിടെ അവസാനിക്കല്ല. നോർമലി പോകേണ്ട ഒരു ട്രിപ്പായിരുന്നു, പക്ഷെ ഇത് ഞങ്ങൾ കടന്നുപോയ ട്വിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കണ്ടേലും ഭീകരമാണ്. ബാക്കി പകുതി എടുക്കാറുണ്ട്. ബാക്കി ഞങ്ങൾ അനുഭവങ്ങളും മെമ്മറീസ് ആയിട്ട് ഇവിടെ കിടന്നിട്ട് ഗൈസ്. അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങൾ, ട്രിപ്പിന്റെ ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും ഗൈസ്. അതെ, അത് നല്ല ഒന്ന് കടന്നുറങ്ങണം. ഉച്ചവരെ 3 ആക്കോട്ടോ. അതെ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പൊ ടാറ്റാ.